കണ്ണൂരിലെ തോറ്റ സ്ഥാനാർത്ഥിയും ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുമായ MV ജയരാജന്റെ ഒരു കമന്റ് വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയാവുകയാണ്. CPM ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിൽ അവരുടെ തന്നെ സൈബർ സംഘം നിർണായക പങ്ക് വഹിച്ചു എന്നാണ്. അതിൽ അദ്ദേഹം പേരെടുത്ത് പറയുന്നത് പോരാളി ഷാജി, ചെങ്കടൽ, ചെങ്കതിർ എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുകൾ പറയുന്നുണ്ട്. ഈ സൈറ്റുകളൊക്കെ വളരെ കൃത്യമായും LDF പ്രത്യേകിച്ചും പിണറായി വിജയന്റെ അടിമ സൈറ്റുകൾ എന്ന രൂപത്തിൽ തന്നെയാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ചെഗുവേരയുടെ പടം വയ്ക്കാം, പിണറായിയുടെ പടം വയ്ക്കാം, അരിവാൾ ചുറ്റിക വയ്ക്കാം, അങ്ങനെ പലതും വയ്ക്കാം. മാത്രമല്ല, ഇവരിപ്പോ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വന്നതല്ല. ജയരാജന് ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാം, ഇവരുടെ പഴയ പോസ്റ്റിങ്ങുകളിലേക്കൊന്ന് പോവുക. CPM സംസാരിക്കുന്ന ആളുകളെ അവർ തന്നെ സ്വയം വിളിക്കുന്ന കടന്നൽ എന്നാണ്. കടന്നൽ രൂപത്തിൽ ആക്രമിച്ച് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ, ഏറ്റവും മോശപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട അസത്യ പ്രചരണം നടത്തി നിഷ്പ്രഭരാക്കാനും അവരെ വലിയ തോതിൽ നിരാശരാക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് ഇത് എന്ന് അറിയുക. അത് എനിക്ക് തന്നെ വ്യക്തിപരമായി ബോധ്യമുണ്ട്. ഞാൻ തന്നെ വ്യക്തിപരമായി ഒരുപാട് ആക്രമണങ്ങൾ ഏറ്റതാണ്. എൻ്റെ വീടിനെ കുറിച്ച്, ഞാൻ മദ്യപിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ വലിയ തോതിലുള്ള ആരോപണം വന്നു. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയിടൊന്നും ആയിട്ടല്ല. പക്ഷേ അത് കൂട്ടത്തോടെ ആക്രമണം, 1000-ലേറെ ആളുകൾ ഒരു ദിവസം ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരിക, അത്തരം കടന്നലാക്രമണങ്ങൾ, വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഭാഷ, തെറി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അന്ന് ഇപ്പൊ KK രമയ്ക്കെതിരെ പറയുമ്പോൾ, അതുപോലെയുള്ള ആളുകൾക്കെതിരെ പറയുമ്പോൾ ആസ്വദിച്ചിരുന്നു MV ജയരാജൻ എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അന്ന് ഒരിക്കലും പോരാളി ഷാജിയെ വിളിച്ച് മോനെ ഇങ്ങനെ പറയരുത്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ ചെങ്കതിരിനോട് പറഞ്ഞില്ല. എന്തേ പറയാതിരുന്നത്? അന്ന് ആസ്വദിച്ചു. തിരുവാതിര കൈകൊട്ടിക്കളി, പിണറായി വിജയൻ കാരണഭൂതൻ എന്ന് പറഞ്ഞ തിരുവാതിര കൈകൊട്ടിക്കളി ആസ്വദിച്ച പോലെ ആസ്വദിച്ചു. അത്രയ്ക്കും മോശമായ രൂപത്തിൽ അവർ പ്രവർത്തിച്ചപ്പോൾ മിണ്ടാതിരിക്കുകയും, ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാരണം ഇവരാണ്, ഇവരുടെ കടന്നൽ ആക്രമണങ്ങൾ പാർട്ടിയെ നാണം കെടുത്തി എന്ന് പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അന്ന് ചോദിച്ചില്ല എന്ന ചോദ്യം ഇപ്പോഴുണ്ട്. ഇപ്പോൾ ചോദിച്ചെങ്കിൽ നല്ലത്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ. ഓക്കെ, ഇതിനുള്ള പോരാളി ഷാജിയുടെ മറുപടി അതിഭീകരമാണ് എന്ന് നമ്മൾ കണ്ടു. എന്താ കാര്യം? അങ്ങാടി തോറ്റതിന് ഞങ്ങളുടെ നെഞ്ചത്ത് കയറരുത് എന്നാണ്. വീട്ടിൽ വന്ന ആളുകളുടെ നെഞ്ചത്ത് കയറരുത്. പണ്ട് നമ്മൾ പറയാറുണ്ട്, അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്ന് പറയാറുണ്ട്. വീട്ടിൽ വന്ന് കയറരുത്. ഞങ്ങൾ ഒരു തരത്തിലുള്ള സാമ്പത്തിക ലാഭവും നോക്കാതെ, കമ്മീഷനും നോക്കാതെ, ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ നിന്ന് പോരാടുന്നവരാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെട്രണേജും ആവശ്യമില്ല. ഞങ്ങൾ ഇടതുപക്ഷത്ത് തന്നെ നിന്നുകൊണ്ടാണ് പോരാടുന്നത് എന്നാണ് അവർ പറയുന്നത്. അതാണ് ഇടതുപക്ഷം എന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത്തരം തെറി പറയലാണോ ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷെ അവർ വേറൊരു കാര്യം പറയുന്നു. പരാജയത്തിന്റെ കാരണങ്ങൾ 10-12 കാരണങ്ങൾ അക്കമിട്ട് ഒരുപാട് ആവർത്തിച്ചതായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതിൽ പ്രധാനമായത് പെൻഷൻ കിട്ടാതിരിക്കുന്നത്, നിത്യോപയോഗ സാധനങ്ങൾ സിവിൽ സപ്ലൈസ് വഴി വിതരണം ചെയ്യാതിരിക്കുന്നത് തുടങ്ങി അഴിമതി, ധാർഷ്ട്യം എല്ലാം അതിൽ വരുന്നുണ്ട്. മന്ത്രിമാരുടെ കെട്ടുകാര്യസ്ഥത, ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പിലെ പ്രശ്നങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ MV ജയരാജൻ ഇപ്പോൾ വന്ന് ഇവരോട് പറയുമ്പോൾ നല്ല മറുപടി കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കേണ്ടതാണ്. ഇപ്പൊ കിട്ടിയ പോലെ ഇതിനെന്ത് മറുപടിയാ MV ജയരാജന് പറയാൻ പറ്റുക? ഇത് ഇല്ല എന്ന് പറയാൻ പറ്റുക? ഇപ്പൊ ഈ പ്രശ്നങ്ങൾ പാർട്ടി വിലയിരുത്തും എന്നെങ്കിലും പറയണ്ടേ? ഞങ്ങൾ ഇന്ന തകരാറുകൾ ഞങ്ങൾ കാണുന്നു, അത് ഞങ്ങൾ പരിശോധിക്കും എന്നല്ലേ പാർട്ടി പറയേണ്ടത്? അത് പറയുന്നതിന് പകരം ഈ ആളുകളെ അങ്ങ് ഇല്ലാതാക്കിയാലോ? പണ്ട് വിജയമാഷ് പറഞ്ഞിട്ടുണ്ട്, ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ. അതായത് ഒരു സന്ദേശം പറയുന്നവനെ വെടിവെച്ച് വീഴ്ത്തുക. പോസ്റ്റ്മാനെ വെടിവെച്ചു എന്നാൽ കത്ത് കിട്ടാതിരിക്കുമോ? കത്ത് കത്തായിട്ട് വരില്ലേ? അതുപോലെയാണ്. എന്താ പ്രശ്നം? ഒരു കുട്ടിയെ, മാഷ്ടർ വാചകം ഇതാണ്, ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം അവിടെ ബാക്കിയുണ്ടാകും എന്നാണ്. ഇത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ നിരവധി ആളുകൾ, ഞങ്ങളെ പോലെയുള്ള കുറെ ആളുകൾ ഇടതുപക്ഷത്തിനെ അതിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അത് കേരളത്തിന്റെ വിഷയത്തിലാവാം, അഴിമതിയുടെ വിഷയത്തിലാവാം, പെൻഷന്റെ വിഷയത്തിലാവാം, വേറെ എന്തെങ്കിലും, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെ വിഷയത്തിലാവാം, SFIയുടെ വിഷയത്തിലാവാം, DYFIക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ വിഷയത്തിലാവാം,
അല്ലെങ്കിൽ പാരിസ്ഥിതികമായ വിഷയങ്ങളിലാവാം. നമ്മൾ ഒരു തെറ്റ് ഉയർത്തി കാണിക്കുമ്പോൾ ഈ സംഘം ചെയ്തിരുന്നത് ഇയാളെ ഇല്ലാതാക്കാനാണ്. നിങ്ങൾ അങ്ങനെ പറയൂ. ഇപ്പോഴും CPM-കാർ ചാനലിൽ വന്ന് അങ്ങനെയല്ലേ പറയാ. നമ്മൾ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ, മാധ്യമങ്ങൾ അങ്ങനെയല്ലേ പറയൂ. ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോഴും അതുകൊണ്ട് മാപ്ര എന്ന പ്രയോഗം കൊണ്ടുവന്നത് ഇടതുപക്ഷ സോഷ്യൽ മീഡിയയിൽ. ആ മാപ്ര എന്ന പ്രയോഗം തന്നെ CPM-ന് വലിയ പണിയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മാധ്യമങ്ങൾ ജനാധിപത്യത്തിൽ അവരുടെ സ്വതന്ത്ര അഭിപ്രായം പറയാൻ യോഗ്യരാണ്. ഏത് വ്യക്തിയും യോഗ്യരാണ്. അത് CR നീലകണ്ഠനായാലും MN കാരശ്ശേരി ആയാലും KK രമി ആയാലും അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ പറയും. നിങ്ങൾക്കതിന് വസ്തുനിഷ്ഠമായ മറുപടി പറയാം. സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായ ചില ഹാൻഡിലുകൾ ഉണ്ടല്ലോ, നല്ല സൈറ്റുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ധ്രുവ് റാത്തിയെ കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും എല്ലാ സമയവും പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഈ വിജയത്തിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോളം തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിൽ രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾക്കൊപ്പം തന്നെ ഒരു സ്ഥാനം ധ്രുവ് റാത്തിക്കുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. കാരണം എല്ലാ ചാനലുകളും മോഡിക്ക് കീഴ്പ്പെട്ടപ്പോൾ നമ്മൾ അതിന്റെ എക്സിറ്റ് പോളിൽ കണ്ടതാണ്. എല്ലാവരും 400, 350, 500 ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ധ്രുവ് റാത്തിയാണ് ഏതാണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയ വസ്തുനിഷ്ഠമായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അതിലാദ്യം ചെയ്യേണ്ടത് എല്ലാവരും ഉണ്ട്. ഞാൻ BJP അതിനേക്കാൾ മോശമായിട്ട് ഇപ്പൊ എന്നെയൊക്കെ പറയുന്നുണ്ട്, എനിക്ക് വിരോധമില്ല. BJP പറയുമ്പോൾ BJP-യുടെ സംസ്കാരം അതാണെന്ന് നമുക്ക് പറയാം. കോൺഗ്രസ് പറയുമ്പോൾ കോൺഗ്രസ് ഒരു വലതുപക്ഷ രാഷ്ട്രീയമാണെന്ന് പറയാം. പക്ഷെ ഇതിൽ ആദ്യം തിരുത്തേണ്ടത് CPM-ആണ് എന്ന് പറയുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അങ്ങനെ തിരുത്താൻ ശേഷിയുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM മാത്രമാണ്. സംഘടനാപരമായി അവർക്ക് ശക്തമായി ഇടപെടാൻ കഴിയും. 2, അവർക്ക് ഭരണമുണ്ട് എന്ന് മാത്രമല്ല, അവർ തിരുത്തിയാൽ ബാക്കിയുള്ളവരെ നമുക്ക് വിമർശിക്കാൻ പറ്റും. ഇപ്പൊ അവർ അതിനേക്കാൾ മോശമാവുമ്പോൾ KK രമയ്ക്കെതിരെ പറഞ്ഞത് വരുമ്പോൾ ഇപ്പോ ശൈലജ ടീച്ചറുടെ വിവാദം നോക്കൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയാ ക്ലിപ്പ്, എവിടെയാ കാഫിർ, ഒന്നും കാണാനില്ലല്ലോ. ഇപ്പോ പോലീസ് ഇവരുടെ അല്ലല്ലേ. എന്തുകൊണ്ട് പോരാളി ഷാജി KK രമയ്ക്കോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾക്കോ എതിരായി വന്നപ്പോൾ ഒരു കേസ് പോലും ഇവിടുത്തെ ഗവൺമെന്റ് എടുത്തില്ല? ഞാൻ പറഞ്ഞത് KK രമയ്ക്കെതിരെ പറഞ്ഞാലും പോരാളി ഷാജിയോട് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടത്, ഒരു ജനാധിപത്യവാദിക്ക് വേണ്ടത്. അത് ചെയ്യാതിരിക്കുകയും ഇപ്പോൾ ഒടുവിൽ വന്ന് കരയുകയും ചെയ്യുന്നതിന് ഒരു കഥയില്ല. ഇതൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞിട്ട്, എല്ലാം ആസ്വദിച്ചു കഴിഞ്ഞിട്ട് അവസാനം പരാജയപ്പെടുമ്പോൾ ഇങ്ങനെ പറയുക, ജയിച്ചിരുന്നെങ്കിൽ പോരാളി ഷാജിയെ ധീരനായി കരുതുമായിരുന്നു ആ ഗ്രൂപ്പില് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ തോൽക്കുമ്പോൾ ഒരു ന്യായം കണ്ടെത്തുന്നു എന്നല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല. തിരുത്തൽ വേണമെങ്കിൽ ശക്തമായി ഇപ്പോൾ തന്നെ തിരുത്താൻ കഴിയും.